ന്യൂസ് റൂം ലൈവ് തുടരും. താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ VSന്റെ രൂക്ഷ വിമർശനം. താരങ്ങൾ അവസാന കാലത്ത് ചുവപ്പ് ഭീമനായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല. ശത്രു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പിന്മാറാനാകില്ലെന്നും VS അച്യുതാനന്ദന്റെ കുറിപ്പ്. താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ആണ് VSന്റെ പ്രതികരണം വരുന്നത്. രൂക്ഷ വിമർശനത്തോടു കൂടിയതാണ് പ്രതികരണം. താരങ്ങൾ അവസാന കാലത്ത് ചുവപ്പ് ഭീമനായിരിക്കും എന്നാണ് VS കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്നും VS പറയുന്നു. ശത്രു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പിന്മാറാൻ ആകില്ല എന്നതാണ് VS ചൂണ്ടിക്കാട്ടുന്നത്. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്നലെയാണ് CPMന്റെ താരപ്രചാരകരുടെ പട്ടിക പുറത്തു വന്നത്. CPM കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പട്ടികയിൽ VS അച്യുതാനന്ദന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. സംസ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മുതൽ A വിജയരാഘവൻ, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ A വിജയരാഘവൻ വരെ ആ പട്ടികയിലുണ്ടായിരുന്നു. ആ പട്ടികയിൽ നിന്നാണ് CPMന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ കൗൺസിലറായ താരപ്രചാരകനായ VS അച്യുതാനന്ദനെ CPM കേന്ദ്ര കമ്മിറ്റി ഒഴിവാക്കിയത്. സംസ്ഥാനത്ത് നൽകിയ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വാർത്തയായതിനെ തുടർന്നാണ് ഇപ്പോൾ VSന്റെ രൂക്ഷമായ പ്രതികരണവും വിമർശനവും വന്നിരിക്കുന്നത്. VS പറയുന്നത് ഇപ്രകാരമാണ്: ഇത്തവണ താനൊരു താരപ്രചാരകനല്ല എന്ന തരത്തിലുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചില താരങ്ങളുടെ അവസാന കാലഘട്ടം ചുവപ്പ് ഭീമനായി ആയിരിക്കുമെന്നാണ് VS പറയുന്നത്. അങ്ങനെ താൻ കേട്ടിട്ടുണ്ട്. ഉള്ളിലെരിയുന്ന ചെങ്കല്ലുകൾ താരങ്ങളെ വളർത്തുന്ന ഘട്ടമാണത്രേ ഈ അവസാന കാലഘട്ടം. ആ ഘട്ടത്തിൽ താരങ്ങൾ ചുവപ്പ് ഭീമനായി മാറുമെന്നാണ് VS പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും താൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. ആസുരമായ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ പ്രചരണ രംഗത്ത് സജീവമായി നിലനിൽക്കുന്നത്. ഫിനാൻസ് മൂലധനത്തിൻ്റെ തുളച്ചുകയറ്റത്തിനെതിരെ, വികസനത്തിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റെയും അതിർവരമ്പുകൾ ശോഷിപ്പിക്കുന്നതിനെയും പരിസ്ഥിതിക്ക് വേണ്ടിയും ഒക്കെ പോരാടേണ്ട ഘട്ടമാണിത്. ആ ഘട്ടത്തിൽ താൻ വിട്ടുനിൽക്കില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല. ശത്രു വാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും താരപ്രചാരകരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാചകമാണ് VSൻ്റേത്. ശത്രു പടിവാതിൽക്കലെത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ ഘട്ടത്തിൽ എല്ലാവരും താരപ്രചാരകനാണ്. പ്രചരിപ്പിക്കാനുള്ള സംശുദ്ധമായ ആശയങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും തന്നെ താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയുള്ള അമർഷം തുറന്നു പറയുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ VS അച്യുതാനന്ദൻ ചെയ്യുന്നത്. അതിൻ്റെ അവസാന കാലഘട്ടത്തും ചുവപ്പ് ഭീമനായി ഉള്ളിലെരിയുന്ന ചെങ്കല്ലുകൾ താരങ്ങളെ വളർത്തുന്ന ഘട്ടമാണിതെന്ന് പോലും VS പറയുന്നു. കടുത്ത അമർഷം VS പരസ്യമാക്കുകയാണ് ഇവിടെ രേണുക. ഒപ്പം താൻ പ്രചാരണ രംഗത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്ന് പറയുന്നതിലൂടെ VS ഉദ്ദേശിക്കുന്നത് എന്താണ്? താരപ്രചാരകരുടെ പട്ടികയിൽ ഇല്ലെങ്കിൽ പോലും പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ടാകും എന്നതാണോ VS സൂചിപ്പിക്കുന്നത്? തീർച്ചയായും VS തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉണ്ടാകും തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് പിണറായി വിജയനാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് VS അച്യുതാനന്ദനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മുന്നണിയില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ CPM ഇടതുമുന്നണി നേരിടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും VS തന്നെയായിരുന്നു ഇടതുമുന്നണിയുടെ താരപ്രചാരം. പ്രത്യേകിച്ചും ഒരു 15 വർഷത്തോളം കാലമായി ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ, താരപ്രചാരകൻ VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു. പിണറായി വിജയനാണ് സംസ്ഥാനത്ത് എല്ലാ അർത്ഥത്തിലും CPMനെ ഇടതുമുന്നണിയെ നയിക്കുന്നത്. സംസ്ഥാനത്ത് ഇടതുമുന്നണി CPM സ്ഥാപിച്ച പ്രചരണ ബോർഡുകളിൽ പോലും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മാത്രമായിരുന്നു. അതിൽ VSനെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പട്ടികയിലും താരപ്രചാരക പട്ടികയിലും VSനെ ഒഴിവാക്കുന്നു. അപ്പോഴും VS തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി തന്നെയുണ്ട്. അനാരോഗ്യം വലിയ പ്രശ്നമാണ് VSന് കഴിഞ്ഞ കുറച്ച് നാളുകളായി. പക്ഷേ എന്നിട്ടും പ്രചരണ രംഗത്ത് VS പ്രധാനപ്പെട്ട എല്ലാ പ്രചരണ യോഗങ്ങളിലും പങ്കെടുക്കുന്നു. ഒരു ദിവസം ഒരു യോഗങ്ങൾ മാത്രം പങ്കെടുക്കാനാണ് VSന് ഇപ്പോൾ പാർട്ടി അനുമതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതിന് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. എങ്കിൽ പോലും സജീവമായി VS പ്രചരണ രംഗത്തുണ്ട്. അപ്പോഴാണ് VSനെ താരപ്രചാരക പട്ടികയിൽ നിന്ന് വെട്ടിനിർത്തിക്കൊണ്ടുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ പട്ടിക കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നത്. ഇത് അണികളിൽ വലിയ അമർഷത്തിന് സ്വാഭാവികമായും ഇടയാക്കും. VSും അക്കാര്യത്തിൽ കടുത്ത അമർഷത്തിൽ തന്നെയാണ്, കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു. അതുതന്നെയാണ് നേടുക. അരുൺ, ഏറ്റവും അവസാനം VS പറഞ്ഞു നിർത്തുന്നത് ശത്രു വാതിക്കലെത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും താരപ്രചാരകരാണ് എന്നാണ്. പ്രചരിപ്പിക്കാനുള്ളത് സംശുദ്ധമായ ആശയങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരപ്രചാരകരോ പട്ടികയോ ഇല്ല, എല്ലാവരും സ്വയം താരപ്രചാരകരായി മാറുന്നു എന്ന് പറയുന്നതിലൂടെ VS ഉദ്ദേശിക്കുന്നത് എന്താകും? തീർച്ചയായും ഒന്നോ രണ്ടോ നേതാക്കളല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക്
നേതൃത്വം നൽകേണ്ടതെന്ന് വളരെ വ്യക്തമായി VS ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഇടതുമുന്നണിയുടെ CPM-ന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് തന്നെ കേരളം മാത്രമാണ് CPM-ന് പ്രതീക്ഷയുള്ള സംസ്ഥാനം. ബംഗാളിൽ പാർട്ടി പാടെ തകർന്നടിഞ്ഞു. ത്രിപുരയിൽ പാർട്ടി ഒരു തരത്തിലും മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയിൽ BJP-യുടെ ശക്തമായ ആക്രമണത്തെ പ്രതിരോധിച്ച് മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്നൊരവസ്ഥ എത്തി നിൽക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും നാമമാത്രമാണ് CPM-ന്റെ പ്രാതിനിധ്യം. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ DMK മുന്നിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഒരു സീറ്റിലേക്ക് വിജയിക്കാനുള്ള തുടരുക അരുൺ. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ VS കടുത്ത അമർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ കുറിപ്പ് പുറത്തു വരുന്നു. രൂക്ഷ വിമർശനമാണ് അതിലുള്ളത്. താരങ്ങൾ അവസാന കാലത്ത് ചുവപ്പ് ഭീമനായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കില്ല. ശത്രു മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പിന്മാറാനാകില്ല തുടങ്ങിയതാണ് ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകളെ? CPM-ന്റെ താരപ്രചാരക പട്ടികയിൽ VS-ന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വാർത്ത കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഒരേ സമയത്ത് അമർഷവും അതുപോലെ തന്നെ ആശ്വാസവുമാണ് തോന്നിയത്. അമർഷം തോന്നിയെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെ ഇത്ര സീനിയർ ആയിട്ടുള്ള നേതാവിനെ ഇങ്ങനെ കറിവേപ്പില പോലെ കേരള കാസ്ട്രോയായിട്ട് എടുത്തു മാറ്റുന്നതിനുള്ള അമർഷമാണ്. അങ്ങനെ ഒരു താരപ്രചാരക പട്ടിക എന്ന് പറഞ്ഞൊരു പട്ടിക ഇതിനു മുമ്പ് ഉണ്ടതായിട്ട് നമ്മൾ കേട്ടില്ല. അത് കോൺഗ്രസിൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, BJP-യിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓരോ പാർട്ടിക്കും അവരുടെ പ്രചാരകരുണ്ട്. അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രചാരണം അവർ നടത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരവരുടെ പാർട്ടി കാലാകാലങ്ങളിൽ പ്രചാരണ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള സംഭവിച്ചു. ഇപ്പോൾ VS-ന് ഇതിനേക്കാളും 3 വയസ്സ് മാത്രം കുറവുള്ള സമയത്താണ് അദ്ദേഹത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഈ കുന്തം വെയിലത്ത് കൊണ്ടുവരുന്ന പ്രചരണം നടത്തിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും മന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നു. അതുപോട്ടെ, പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാധാന്യം പോസ്റ്ററിൽ പോലും ഇല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും VS അച്യുതാനന്ദന്റെയും കൂടിയുള്ള ചിത്രങ്ങളോട് കൂടിയ വലിയ പോസ്റ്ററുകളാണ് പതിച്ചിരുന്നത്. വലിയ ഹോർഡിങ്ങുകളാണ് നാഷണൽ ഹൈവേയിൽ എമ്പാടും വെച്ചത്. ഇപ്പോൾ ആ ഹോർഡിങ്ങുകൾ കണ്ടാൽ നമുക്കറിയാം ശ്രീ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ മാത്രമേ ഉള്ളൂ, VS അച്യുതാനന്ദനും ഇല്ല. VS-നെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക, അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കുക എന്നൊരു മഹത്തായ ദൗത്യമാണ് CPM-ന്റെ ഇപ്പോഴത്തെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല. ഇനി VS-ന്റെ പടം ഹോർഡിങ്ങിൽ കണ്ടാൽ ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ സർവേ ഫലങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമുള്ളൂ. അഭിപ്രായ സർവേകളിലൊക്കെ ഇടതുമുന്നണിക്ക് വലിയ മെജോറിറ്റിയാണ് പ്രവചിക്കുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ചെങ്കോട്ടയിൽ ചെങ്കൊടിവാറും ആനത്തലവട്ടം ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ ആളുകൾ പരിഹാസമായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ VS-ന്റെ പടം പോസ്റ്ററിലും ഇല്ല, ഹോർഡിങ്ങിലും ഇല്ല. അദ്ദേഹത്തെ പ്രചരണ വേദിയിൽ നിന്ന് ഒഴിവാക്കിയാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ്. എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് എന്റെ അപേക്ഷ. അദ്ദേഹത്തിന് പോരാട്ടം നടത്താനൊക്കെ താല്പര്യം ഉണ്ടാവും. അദ്ദേഹം യുദ്ധകളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സൈനികനുമല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ച് പാർട്ടി ആലോചിക്കുന്നത് നന്നായിരിക്കും. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോട് ഈ സാഹചര്യത്തിൽ സഹകരിച്ചതിന്. എന്തായാലും താരപ്രചാരക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് VS അച്യുതാനന്ദന്റെ കുറിപ്പിൽ ഉള്ളത്. 60 വർഷം ഭരിച്ചിട്ടും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിച്ചില്ലെന്ന കോൺഗ്രസിന്റെ കുറ്റസമ്മതമാണ് ന്യായ് പദ്ധതി എന്ന് പ്രധാനമന്ത്രി. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിലെ ഇരകൾക്ക് എന്ത് ന്യായാണ് കിട്ടിയത്? ഭോപ്പാൽ വാതകച്ചോർച്ചയുടെ ഇരകൾക്ക് ന്യായ് കിട്ടിയോ? ഇവർക്കൊന്നും ന്യായമായതൊന്നും ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. कैंपेन कांग्रेस का चला है, वो कह रहे हैं अब होगा न्याय, और एक ये न्याय स्कीम निकाली है कि न्यूनतम 20% लोगों के लिए 6,000 रुपए माह उन्होंने फिक्स किया है, कहा है कि 72,000 रुपए साल में मिलेगा। आप इस स्कीम को कैसे देखते हैं? क्या ये इनके लिए कुछ गेम चेंजर साबित? इस चुनाव का उनका जो मुख्य मंत्र है अब होगा न्याय, इसका मतलब ये हुआ कि वो स्वीकारते हैं कि 60 साल के शासनकाल में उन्होंने अन्याय किया है। तो जाने अनजाने में उनके मुंह से निकल गया है कि उन्होंने 60 साल तक सरकार चलाते हुए अन्याय किया है। और जब ये न्याय की बात करते हैं तो 84 के सिखों के साथ जो जुल्म हुआ, वो सिख भी अब न्याय मांग रहे हैं। अब उनको न्याय देंगे क्या? ट्रिपल तलाक से पीड़ित बहनें भी न्याय मांग रही हैं
क्या ये कांग्रेस न्याय देगा क्या? छत्तीसगढ़, राजस्थान और मध्य प्रदेश, जिन किसानों को कर्ज माफी के लिए वादा किया गया था, वो किसान न्याय मांग रहे हैं। आपने समझौता एक्सप्रेस के नाम पर हिंदू आतंकवाद कर करके हिंदुओं को आतंकवादियों के साथ जोड़ दिया। इस देश का हिंदू न्याय मांग रहा है कि आपने हमें आतंकवादी क्यों कहा। नरसिम्हा राव न्याय मांग रहे हैं कि आपने उनके डेड बॉडी तक को, जिस कांग्रेस के लिए जीवन खपा दिया था, कांग्रेस के दफ्तर जाने क्यों नहीं दिया। उनकी आत्मा भी न्याय मांग रही है। ശത്രുക്കളായിരുന്നവർ പരസ്പരം പുണരുന്ന കാഴ്ചയാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഉത്തർപ്രദേശിൽ മായാവതിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയിരിക്കുന്നു. അവരുടെ കപ്പൽ മുങ്ങുകയാണ്. പ്രത്യേക മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് ശരിയാണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം. ഹിന്ദുക്കളുടെ പേരിൽ ആരെങ്കിലും വോട്ട് ചോദിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മതേതരർ എന്ന് അവകാശപ്പെടുന്നവർ എവിടെ പോയെന്നും പ്രധാനമന്ത്രി ചോദിച്ചു. मायावती जी ने ओपनली मुस्लिम्स को मुस्लिम से वोट मांगे, कहा कि सिर्फ गठबंधन को वोट दीजिएगा, वोट बंटना नहीं चाहिए। उसके रहते वो इसी की नजर में भी आ गई। ऐसे बयानों को आप कैसे देखते हैं? लगातार पराजय के कारण हताश हुई मायावती जी इस प्रकार की बात कहे, इसे मैं बहुत स्वाभाविक मानता हूँ। मुसलमानों को स्पेशल वोट करने के लिए अपील करे वगैरह, एक तो ये इलेक्शन कमीशन का विषय है किसको करना है, लेकिन मुझे चिंता मायावती की कम है, क्योंकि अब वो डूबती हुई दी नैया है, बचने के लिए मुसलमानों को सहारा ढूंढती हो। मैं उनकी मुसीबत समझ सकता हूँ। मेरी चिंता देश के सेक्युलर का झंडा लेकर के घूमने वाले 24 घंटे से उनके मुंह पर ताला क्यों लग गया है। अगर ऐसी बात किसी ने हिंदू समाज के लिए बोल दी होती तो ये कितनी उठापटक करते, कितने अवार्ड वापसी वाले निकल आते, कितने सिग्नेचर वाले निकल आते। ये जमात चुप क्यों है? देश के लिए चिंता का विषय है ये जमात। और आपसे भी मेरा आग्रह है, ऐसी जमात को अब एक्सपोज करने की जरूरत है कि इस प्रकार की सिलेक्टिव क्यों है। क्या इससे उनके सेकुलरिज्म को कोई चोट नहीं पहुंची? क्या ये उनके सेकुलरिज्म को बढ़ावा देने वाली चीज थी? क्या इनके सेकुलरिज्म को ताकत? इसलिए सबसे बड़ा खतरा ये नकाबी लोग हैं ना, उनका है। मायावती भी तो मजबूरी है, कैसे भी करके बचना है तो वोट मांगने के लिए इधर उधर कोशिश करती रहेगी. അഫ്സ്പ പിൻവലിക്കുന്ന കോൺഗ്രസിന്റെ വാഗ്ദാനം നിരുത്തരവാദപരമെന്നും പ്രധാനമന്ത്രി. 2-3 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ കശ്മീർ സമാധാനപരമാണ്. ആർട്ടിക്കിൾ 35A-യും 370-ഉം വികസനത്തിന് തടസ്സമാണ്. ഇന്ത്യൻ സേന സമാധാന സംരക്ഷകരാണ്. കശ്മീരിൽ അഫ്സ്പ പിൻവലിക്കുന്നത് സൈന്യത്തിനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമെന്നും പ്രധാനമന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. आप अफस्पा को कैसे देखते हैं? क्या कोई एक टाइम बाउंड वे में उसको वो किया जाएगा? देश में पहले ऐसी स्थिति पैदा करनी चाहिए कि अफस्पा की जरूरत ही न पड़े. जैसे हमने अरुणाचल में परिस्थिति पैदा की तो कुछ जिलों से हमने हटाया, हमने कुछ राज्यों में से हटाया. 1980 के बाद पहली बार हटाने का काम हमने किया है, लेकिन कानून को तो बनाए रखा है. सरकार के पास हथियार तो होना ही चाहिए ताकि जवानों को एक सुरक्षा मिले, तब जवान मोरली लड़ सके. और जम्मू कश्मीर में से हटाने का मतलब होता है कि हमने हमारे जवानों को फांसी के तख्त पर लटका देना. मैं देश के जवानों के साथ ऐसा नहीं होने दूंगा. अब अफस्पा को हटाने की बात करने का मतलब है कि आप अपने सेना के जवानों के हाथ में से सारे शस्त्र ले रहे हैं. तो देश की सेना के जवान को इस प्रकार से निहत्या करना क्या शोभा देता है क्या? और भारत की सेना पीस कीपिंग फोर्स में भारत के सुरक्षा बल के जवान जाते हैं. जब से पीस कीपिंग फोर्स बना है तब से जाते हैं. और दुनिया में सबसे ज़्यादा नंबर भेजने वालों में हिंदुस्तान है. लेकिन अनुभव ये आया है कि इतने सालों में सारे दुनिया में भारत की सेना के लोगों की डिसिप्लिन, ड्यूटी के प्रति उनका समर्पण, इसकी भरचक सराहना होती रही है. बड़ा गौरवगान होता रहा है. आज हमारे ही देश के एक दल जो 50-60 साल तक सरकार चलाता रहा, वो आज इस प्रकार की भाषा बोले, इससे बड़ा दुर्भाग्य क्या हो सकता है?
പ്രധാനമന്ത്രിയുമായി നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷി നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 7 മണിക്കും 10 മണിക്കും സംപ്രേഷണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. 3 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള പരസ്യ പ്രചാരണവും ഇന്ന് അവസാനിക്കും. ER രാഗേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഗേഷ്, ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ? ഏതൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? രേണുക, 18 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ എന്നീ 2 കേന്ദ്രഭരണ പ്രദേശത്തെയും 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മറ്റന്നാൾ വിധി എഴുതുന്നത്. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും ഒപ്പം തന്നെ ഉത്തരാഖണ്ഡിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മറ്റന്നാൾ പൂർത്തിയാകും. ഒപ്പം തന്നെ ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മിസോറാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സിക്കിം തുടങ്ങിയ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയും ചെയ്യും. വാശിയേറിയ പ്രചാരണ ഘട്ടം തന്നെയാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് കോൺഗ്രസിനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ രംഗത്തിറങ്ങിയപ്പോൾ അമിത്ഷായിലും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു BJPയുടെ പ്രചാരണം. UP-യിൽ മഹാസഖ്യം മത്സരിക്കുന്നു എന്നുകൂടി പ്രത്യേകത കൂടിയുണ്ട്. കാരണം 2014 SPയും BSPയും ഒന്നും തന്നെ സഖ്യമായെല്ലാം മത്സരിച്ചത്. ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു പോരാട്ടം. അത് BJP നേരിടാനായി അവരെല്ലാം തന്നെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം കൂടി ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനുണ്ട്. രേണുക സൂചിപ്പിച്ച പോലെ ചില പ്രധാന വ്യക്തിത്വങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. നാഗ്പൂരിൽ നിതിൻ ഗഡ്കരി മത്സരിക്കുന്നു. അവിടെ കഴിഞ്ഞ വർഷം BJP-യിൽ നിന്ന് വിട്ട് കോൺഗ്രസിൽ ചേർന്ന നാനാ പട്ടോളാണ് അദ്ദേഹത്തെ നേരിടുന്നത്. ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് നൈനിറ്റാളിൽ മത്സരിക്കുന്നു. തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. രേണുക, ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെ വിമർശിച്ച് രാഹുൽ ഗാന്ധി. BJP പ്രകടന പത്രിക അടച്ചിട്ട റൂമിൽ തയ്യാറാക്കിയതാണെന്നും ഒറ്റപ്പെട്ട മനുഷ്യന്റെ ശബ്ദമാണ് അതിലുള്ളതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ധാർഷ്ട്യം നിറഞ്ഞതും ദീർഘവീക്ഷണമില്ലാത്തതുമായ പത്രികയാണ് BJP പുറത്തിറക്കിയതെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് പ്രകടന പത്രിക ചർച്ചകളിലൂടെയാണ് തയ്യാറാക്കിയത്. 10 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ ശബ്ദമാണ് അതിലുള്ളത്. വിവേകമുള്ളതും ശക്തവുമാണ് കോൺഗ്രസ് പ്രകടന പത്രികയെന്നും രാഹുൽ ട്വിറ്ററിൽ കുറിച്ചു. MK രാഘവനെതിരെ വീണ്ടും പരാതിയുമായി LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. റവന്യൂ റിക്കവറി നേരിടുന്ന വിവരം നാമനിർദ്ദേശ പത്രികയിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. രാഘവനെ അയോഗ്യനാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. രാഘവനെതിരായ ഒളി ക്യാമറ വിവാദത്തിൽ ഹിന്ദി വാർത്താ ചാനൽ സംഘത്തിൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ തെളിവുകൾ ശേഖരിക്കും. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗത്തിൽ ഇന്ന് നടപടിയുണ്ടായേക്കും. ഇന്നലെയാണ് സുരേഷ് ഗോപി തൃശൂർ കളക്ടർക്ക് വിശദീകരണം നൽകിയത്. സുരേഷ് ഗോപിയുടെ പ്രസംഗം ചട്ടലംഘനമാണെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രാഥമിക വിലയിരുത്തൽ. സിസ്റ്റർ അഭയ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. പ്രതി ഫാദർ തോമസ് കോട്ടൂർ, 3-ാം പ്രതി സിസ്റ്റർ സെഫി എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, കേസിലെ 1-ാം പ്രതി ഫാദർ തോമസ് കോട്ടൂരും 3-ാം പ്രതി സിസ്റ്റർ സെഫി നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിയാണ് രണ്ടുപേരും വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കേസിൽ നിന്നും ഒഴിവാക്കണമെന്ന 4-ാം പ്രതി മുൻ ക്രൈംബ്രാഞ്ച് SP ആയ KT മൈക്കിളിന്റെ ഹർജി കോടതി അനുവദിച്ചിട്ടുണ്ട്. മൈക്കിളിനെതിരെ നിലവിൽ തെളിവുകളില്ല, പക്ഷേ വിചാരണ വേളയിൽ ആവശ്യമെങ്കിൽ പ്രതി ചേർക്കാമെന്നും വ്യക്തമാക്കി. ഈ പ്രതി ജോസ് പുത്രക്കലിനെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കിയ നടപടിക്കെതിരെ ജോമോൻ പുത്തമ്പുരക്കൽ കോടതിയെ സമീപിച്ചിരുന്നു. ഇതും ഈ ഒഴിവാക്കിയ നടപടിയും കോടതി ശരിവെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് അഭയ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം ഇന്ന് കോടതിയിൽ. ബലാത്സംഗവും പ്രകൃതി വിരുദ്ധ പീഡനവും ഉൾപ്പെടെ 5 വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെ 83 സാക്ഷികളുണ്ട്. മലപ്പുറം കാളികാവിൽ പരിചരണമില്ലാതെ ദുരിതത്തിലായ 3.5 വയസ്സുകാരിയെ ഏറ്റെടുക്കാൻ താൽപര്യമില്ലെന്ന് വീട്ടുകാർ അറിയിച്ചതായി ചൈൽഡ് ലൈൻ. കുട്ടിയുടെ സംരക്ഷണം ചൈൽഡ് ലൈൻ ഏറ്റെടുത്തേക്കും. കുട്ടിക്ക് പോഷകാഹാരക്കുറവുണ്ടെന്ന് കണ്ടെത്തി മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് പോഷകാഹാരക്കുറവ് കണ്ടെത്തിയത്. ശ്വാസകോശ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ KM മാണിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ. കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. ഹൃദയം, രക്തസമ്മർദ്ദം എന്നിവ സാധാരണ നിലയിലായെന്നും ഡോക്ടർ മോഹൻ മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു. മാണി സാർ ഇന്നലത്തെക്കാട്ടിലും ഒത്തിരി ബെറ്ററായി. ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഹി ഈസ് ബീൻ റെസ്പോണ്ടിങ്. ചോദിക്കുന്ന കാര്യങ്ങൾ
പുള്ളിക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിലും നാക്ക് കുഴയുന്നുണ്ട്. ബട്ട് ഹീസ് ബീൻ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. This is the first improvement of this nature that we have seen in the last 48 hours. ഗാർഹിക പീഡനത്തിനിരയായ സ്ത്രീക്ക് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കേസ് കൊടുക്കാമെന്ന് സുപ്രീംകോടതി. പീഡനത്തിനിരയായി ഭർതൃഭവനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സ്ത്രീകൾക്ക് അവർ താമസിക്കുന്ന അഭയകേന്ദ്രത്തിന്റെയോ രക്ഷിതാക്കളുടെ വീടിന്റെയോ നിയമപരിധിയിൽ കേസ് നൽകാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സംഭവം നടന്ന സ്ഥലത്തെ നിയമപരിധിയിൽ തന്നെ കേസ് കൊടുക്കണമോ എന്ന തർക്കത്തിലാണ് കോടതി വ്യക്തത വരുത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തില്ല. ഇത് സംബന്ധിച്ച് പ്രതിഭാഗവുമായി ധാരണയായതായി സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. സർക്കാരും പ്രതിഭാഗവും തമ്മിലുള്ള ധാരണ സുപ്രീംകോടതി രേഖപ്പെടുത്തി. എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, കേസിൽ ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തില്ല എന്നാണ് അറിയുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം? വിവരങ്ങൾ. ദിലീപിനെതിരെ നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ കുറ്റം ചുമത്തില്ല. നാളെ വിചാരണ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി തന്നെ പ്രത്യേക കോടതി 6 മാസത്തിനകം കേസ് തീർപ്പ് കൽപ്പിക്കണമെന്ന് ഉത്തരവ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ ദിലീപിനെതിരെ കുറ്റം ചുമത്തുമോ എന്നതായിരുന്നു ഉയർന്നിരുന്ന വിഷയം. ദിലീപ് അടിയന്തരമായി കുറ്റം ചുമത്തരുതെന്ന ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചത് ഇപ്പോൾ കുറ്റം ചുമത്തില്ല എന്നൊരു ധാരണ പ്രതിഭാഗവുമായി എത്തിയിട്ടുണ്ട് എന്നതാണ്. ദിലീപിന്റെ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ നിലവിൽ കുറ്റം ചുമത്തരുതെന്ന് വിചാരണ കോടതിയോട് സർക്കാരും പ്രതിഭാഗവും ഒരുമിച്ച് ആവശ്യപ്പെടാനാണ് ഈ ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഈ ധാരണ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നാളെ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ വിചാരണ കോടതി വാദം തുടങ്ങരുത്, മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കണം, സുപ്രീം കോടതിയിലെ കേസ് പരിഗണിച്ചെന്ന ആവശ്യം ഒരുപോലെ സംസ്ഥാന സർക്കാരും പ്രതിഭാഗവും ഉന്നയിക്കും. ഈ സാഹചര്യത്തിൽ കേസ് വിചാരണ കോടതിയിൽ നിന്നും മാറിപ്പോകുമെന്ന് തന്നെയാണ് ഇരുഭാഗങ്ങളുടെയും പ്രതീക്ഷ. ഈ ഒരു സാഹചര്യത്തിലാണ് ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്താൻ സാധ്യതയില്ലെന്ന കാര്യം വ്യക്തമാകുന്നത്. ഒപ്പം ദിലീപിന്റെ അഭിഭാഷകരിന്ന് ഈ ദിലീപിനെതിരെ കുറ്റം ചുമത്തുന്നതിൽ സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നു. അതടക്കമുള്ള അപേക്ഷ മെയ് 1-ാം തീയതി പരിഗണിക്കാനായി സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുകയാണ്. ഉണ്ണി, എന്തായാലും ദിലീപിന് ആശ്വാസകരമായ ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന് ദിലീപിന് ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് സർക്കാർ പ്രതിഭാഗവുമായി ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ആർക്കാണ് ഗുണം ചെയ്യുക? എന്താണ് ഈ നടപടി കൊണ്ട് ലക്ഷ്യമിടുന്നത്? തീർച്ചയായും ദിലീപിന് ആശ്വാസം തന്നെയാണ്. കാരണം ദിലീപിനെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തപ്പെടുന്നില്ല. കേസിലെ വിചാരണ നടപടികൾ വീണ്ടും വൈകുകയാണ്. അതിനൊരു സാങ്കേതികമായ കാരണമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. അങ്ങനെ ആ ഹർജി തീരുമാനമാകാതെ വിചാരണ നടപടികൾ തുടങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാരും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. പക്ഷേ ആത്യന്തികമായി ഈ കേസിലെ നടപടികൾ വൈകുന്നു. ദിലീപിന് അല്പമെങ്കിലും താൽക്കാലികമായ ആശ്വാസം ലഭിക്കുന്നു എന്നത് തന്നെയാണ് വസ്തുതയായുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിഭാഗവും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത് സാങ്കേതികമായ കാരണം കൊണ്ട് ആണെങ്കിൽ കൂടിയും അതിനെ വിശദീകരിക്കുക എന്നത് സർക്കാരിനും പ്രോസിക്യൂഷനും മുന്നിൽ ബാധ്യതയായി മാറി. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ഉത്തർപ്രദേശിലെ അമേഠിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. ഗൌരിഗഞ്ചിൽ റോഡ് ഷോ നടത്തിയ ശേഷമാകും പത്രികാ സമർപ്പണം. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കും. 4ാം തവണയാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനവിധി തേടുന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. മെയ് 6-നാണ് വോട്ടെടുപ്പ്. നേരത്തെ വയനാട് മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയായി രാഹുൽ പത്രിക നൽകിയിരുന്നു. ബീഹാറിലെ ബെഗുസരായ് മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി കനയ്യകുമാർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കാൻ ഷബാന ആസ്മി, സ്വര ഭാസ്കർ തുടങ്ങിയ ബോളിവുഡ് താരങ്ങളും പ്രകാശ് രാജ്, ജാവേദ് അക്തർ, ജിഗ്നേഷ് മേവാനി, രോഹിത് വെമുലയുടെ അമ്മ രാധിക വെമുല എന്നിവരും ബെഗുസരായിലെത്തും. 4ാം ഘട്ടത്തിൽ ഈ മാസം 29-നാണ് ബെഗുസരായിൽ വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആണ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. തൻവീർ ഹസനാണ് RJD സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ പാലോട് പെരിങ്ങമലയിൽ ചർച്ചകളെല്ലാം ഒരു വിഷയത്തിൽ മാത്രം. പാലോട് മാലിന്യ പ്ലാന്റ് വേണ്ട എന്ന മുദ്രാവാക്യം എഴുതിയ ബോർഡുകളാണ് പെരിങ്ങമലയിലെങ്ങും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിങ്ങമലയിൽ പോളിംഗ് ബഹിഷ്കരിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം. ഞങ്ങൾ പറയും ബഹിഷ്കരണമാണെന്ന്, ഞങ്ങൾ വോട്ട് കൊടുക്കൂലെന്ന് പറയും. കാരണം അത് കാര്യമുണ്ട്. ഇന്നുവരെ ഒരു ഗവൺമെന്റും വന്ന് പറഞ്ഞിട്ടില്ല ഇത് നിർത്തലാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പെരിങ്ങമല പഞ്ചായത്തിൽ നിന്ന് പോലും ആരും വന്ന് പറഞ്ഞിട്ടില്ല. സുമതിയെ പോലുള്ളവർ കടുത്ത തീരുമാനത്തിലാണ്. പെരിങ്ങമലയിൽ മാലിന്യ പ്ലാന്റ് വരാൻ പാടില്ല.
ഈ ഉറപ്പ് ലഭിക്കാതെ വോട്ട് ചെയ്യാനില്ല. വോട്ട് ചോദിച്ച് ആരും വരേണ്ടെന്നും ഇവർ പറയുന്നു. വീടുകൾക്ക് മുന്നിൽ നിലപാടും എഴുതി വെച്ചിട്ടുണ്ട്. പെരിങ്ങമലയിലെ മാലിന്യ പ്ലാന്റ് വിരുദ്ധ സമരം 300-ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. അധികാരികളിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിക്കാത്തതിനാൽ പ്രതിഷേധവും ശക്തമാണ്. ഇതുവരെ ഈ സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരും തന്നെ നമ്മുടെ ഈ സമരം നിർത്തണമെന്നോ അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റ് ഇവിടെ വരില്ല എന്നൊരു വാക്ക് തരാൻ ഇതുവരെ വന്നിട്ടില്ല. സ്ഥല MP പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ ഇനി വോട്ട് ചോദിച്ച് വരുന്നവരുടെ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്ക് ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ നിന്ന് മാറ്റി തരുമെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ടിന് പോകില്ല. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെ ബോർഡുകളോ പോസ്റ്ററുകളോ പ്രദേശത്ത് വിരളമാണ്. എല്ലാം മാലിന്യ പ്ലാന്റ് വിരുദ്ധ പോസ്റ്ററുകൾ മാത്രം. കുടിവെള്ള പ്രശ്നവും വികസന പരാതികളുമെല്ലാം ഇവിടെയുമുണ്ട്. പക്ഷേ ഇത്തവണ പെരിങ്ങമലക്കാർ അതൊന്നും ഉന്നയിക്കില്ല. കാരണം അവർക്ക് ഒരു മുദ്രാവാക്യമേ ഉള്ളൂ, മാലിന്യ പ്ലാന്റ് വേണ്ട എന്നത്. പെരിങ്ങമലയിൽ നിന്നും ക്യാമറമാൻ മനുവിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, News 18. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൊല്ലം ഇരവിപുരം സ്വദേശി അശ്വത് ബാജി. സിവിൽ സർവീസ് പരീക്ഷയിൽ 541-ാം റാങ്കാണ് ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരി നേടിയത്. അശ്വത് ബാജി കൊല്ലം ഇരവിപുരം സ്വദേശിയായ 26-കാരൻ. കൊല്ലം ബാറിലെ അഭിഭാഷകനായ ബാജി സോമരാജിന്റെയും വീട്ടമ്മയായ ധനലക്ഷ്മിയുടെയും മകൻ. കോഴിക്കോട് NIT-യിൽ നിന്നും B.Tech ബിരുദം നേടി. പിന്നെ സിവിൽ സർവീസ് ലക്ഷ്യമിട്ട് കഠിന പ്രയത്നം. 3-ാം ഊഴത്തിൽ നേടിയത് അഖിലേന്ത്യാ തലത്തിൽ 541-ാം റാങ്ക്. IPS ഓഫീസറാകാൻ താല്പര്യമുള്ള അശ്വത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം. റാങ്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഈ റാങ്ക് എവിടെ ആയിരിക്കും, സർവീസ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊരു ധാരണയില്ല. സോ സർവീസ് ചെയ്തെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഫർദർ അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് റാങ്ക് കിട്ടിയതിൽ. ഡൽഹിയിൽ കുറച്ചുകാലം സ്വകാര്യ സ്ഥാപനത്തിൽ അശ്വത് പരിശീലനം നേടി. എങ്കിലും അതുപേക്ഷിച്ച് വീട്ടിലിരുന്നായിരുന്നു തുടർന്നുള്ള പഠനം. പൊളിറ്റിക്കൽ സയൻസ് ഐച്ഛിക വിഷയമായി എടുത്തായിരുന്നു പരിശീലനം. മകൻ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് അമ്മ. മോന് ഒരുപാട് വർക്ക് ചെയ്ത് അതിനുള്ളൊരു ഫലം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. News 18 കൊല്ലം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.